ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും എത്ര പോയിന്റുകളാണ് പറയുന്നത്, എത്ര നേരമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. വളരെ കാച്ചിക്കുറുക്കിയ കാര്യമാത്ര പ്രസക്തമായ, നമ്മൾ ചിന്തിക്കേണ്ട, അറിയേണ്ട, പറയേണ്ട, തർക്കിക്കേണ്ട, സംസാരിക്കേണ്ട 3 കാര്യങ്ങൾ 20 മിനിറ്റ്. ഇപ്പം 12:36 12:56 എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ശങ്കര ഭഗവത്പാദർക്ക്, ശ്രീ ശങ്കരാചാര്യർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, സ്വാമി വിവേകാനന്ദന് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ഗുരുപരമ്പരകൾക്കും, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും ഭാരതകേസരി വന്ദത്ത് പത്മനാഭനും അടക്കം നമ്മളുടെ ചരിത്രത്തിൽ ജനിച്ച, നമ്മുടെ ധർമ്മത്തെ താങ്ങി നിർത്തിയ എല്ലാ മഹത്തുക്കൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട്, വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയരും, വളരെ ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യുന്ന യുവജനസഭയുടെ എല്ലാ പ്രവർത്തകർക്കും സ്വാഗതം നൽകിയ ശ്രീ ശ്രീകേഷ് അവർകൾ, ശ്രീ അജയ് ശർമ്മ, ശ്രീ ശ്രീരാമൻ, എന്റെ അമ്മയെ കൂടുതൽ സമയം യോഗക്ഷേമ സഭയുടെ കാര്യങ്ങൾ പറയാനാണ് വീട്ടിൽ നിൽക്കുന്നത്. ഞാനും എന്റെ മകൻ യാഗവും. അപ്പൊ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ യോഗക്ഷേമ സഭ അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകുന്നതാണ് തുടങ്ങിയാണ് പറയുന്നത്. അപ്പൊ അമ്മ വളരെ ഊർജ്ജസ്വലതയായ ഒരു സമുദായ പ്രവർത്തകയാണ്. എന്റെ അമ്മ മാത്രമല്ല, വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി മല്ലിക നമ്പൂതിരി അവർകൾ, ശ്രീ നീലകണ്ഠൻ, ശ്രീ ജിതമന്യു, ശ്രീ AP ശ്രീനിവാസൻ മാസ്റ്റർ, ശ്രീമതി ശ്രീജ, ശ്രീ പ്രദീപ് കുമാർ, ശ്രീ പ്രസാദ് വട്ടപ്പറമ്പ്. പ്രസാദിന്റെ ക്ലാസുകൾ ഗംഭീരമാണ്. ശ്രീ പ്രസാദ്, ശ്രീമതി ശ്രുതി, എന്നെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശ്രുതിക്കും കൂടി അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ബ്രാഹ്മണ സമൂഹത്തിന്റെ പ്രസക്തി എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ഇത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യുവാണ്. മഹാത്മാഗാന്ധി പറയുന്നത് ഹിന്ദു ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ഫൈനസ്റ്റ് ഫ്ലവറിംഗ് ആണ് ബ്രാഹ്മണർ എന്നാണ്. ഭാരതത്തിന്റെ അടിസ്ഥാനമായ ഹൈന്ദവ സംസ്കാരത്തിന്റെ, ഹിന്ദു മതത്തിന്റെ, സനാതൻ ധർമ്മത്തിന്റെ ഏറ്റവും മനോഹരമായ ഫ്ലവറിംഗ്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ പൂർത്തീകരണമാണ് ബ്രാഹ്മണ സമൂഹം എന്നാണ്. സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഗ്ലോയിങ് വേർഡ്സോടുകൂടി പറയുന്നത് ശങ്കരാചാര്യരെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഇന്ത്യയിൽ ബൗദ്ധധർമ്മം, ഭഗവാൻ ബുദ്ധന്റെ ധർമ്മം തകർന്നതിന് ശേഷം ഇന്ത്യ വീണ്ടും ഇരുട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞതുപോലെ ധർമ്മത്തെ വീണ്ടും രക്ഷിക്കാൻ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു ബ്രാഹ്മണനാണ് വന്നത്. വിവേകാനന്ദന്റെ കൃത്യം വാക്ക് പറഞ്ഞാൽ, when the dharma subsides, a young Brahmin in South rose. സൗത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന്, നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണ കുമാരൻ, 16 വയസ്സ് മാത്രമുള്ള ഒരു ബ്രാഹ്മണനാണ് വന്നത്. നമ്മുടെ ധർമ്മത്തെ, ഹിന്ദു ധർമ്മത്തെ വീണ്ടും സംരക്ഷിക്കാനും സനാതന ധർമ്മത്തെ വീണ്ടെടുക്കാനും ആ 16 വയസ്സുള്ള ബാലന്റെ ചിന്തകളും ദർശനങ്ങളുമാണ് പിന്നീട് ഇന്ത്യയുടെ തന്നെ അടിസ്ഥാനമായി മാറിയതെന്നും സ്വാമി വിവേകാനന്ദൻ കുറിക്കുന്നു. അപ്പൊ ശങ്കരാചാര്യരെ പിന്തുടരുന്ന സൗത്ത് ഇന്ത്യയിലെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള ബ്രാഹ്മണ സമൂഹത്തിന്, ഇന്ത്യ മുഴുവൻ ശങ്കരാചാര്യരെ പിന്തുടരുന്നതാണ്. ആ ബ്രാഹ്മണ സമൂഹത്തിന്, ആ ബ്രാഹ്മണ ഹിന്ദു സംസ്കാരത്തിന്, നമ്മളെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. ആ ഇന്ത്യയുടെ അടിസ്ഥാനം സനാതന ധർമ്മമായ നമ്മുടെ ഹിന്ദു സംസ്കാരമാണ്. ആ ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനം ബ്രാഹ്മണ സംസ്കാരങ്ങളും ബ്രാഹ്മണ ധർമ്മങ്ങളുമാണ്. ആ ബ്രാഹ്മണ സമൂഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഒരു സംസ്കൃതിക്ക്, സംസ്കാരത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനവും സന്തോഷവുമാണ് തോന്നുന്നെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമവും നീരസവും തോന്നിയേക്കാം. പക്ഷെ ആദ്യത്തെ പോയിന്റ് കേൾക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് കേൾക്കണം. കാര്യം ആദ്യത്തെ പോയിന്റ് നമ്മുടെ മഹത്വമാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. ആദ്യത്തെ പോയിന്റ് നമ്മുടെ മെച്ചമാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മെച്ചമാക്കാനുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ പോയിന്റ് പോസിറ്റീവ് ആണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നെഗറ്റീവാണ്. എന്തുകൊണ്ട് നമ്മുടെ വേദിയിൽ നമ്മുടെ നെഗറ്റീവ് പറയുന്നു, നമ്മുടെ വെല്ലുവിളികൾ പറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഈ വെല്ലുവിളികൾ അതിജീവിക്കാനാണ് ഇത്തരം വേദികളുള്ളത്. എന്തുകൊണ്ട് നമ്മുടെ വേദികളിൽ നമ്മൾ ശരിയാക്കാനുള്ള കാര്യങ്ങൾ പറയുന്നു? കാര്യം ആ ശരിയാക്കാനുള്ള കാര്യങ്ങൾ പറയാനാണ് ഇത്തരത്തിൽ വേദികൾ ഉള്ളത് എന്നുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കാരം ആണ് നമ്മുടെ ഭാരതത്തിലെയും ഹൈന്ദവ സംസ്കാരത്തിലെയും ബ്രാഹ്മണ സംസ്കാരത്തിലും ഉള്ളത്. ലോകത്തിൽ 95% നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ്.
എന്നാൽ 5% ശരിയാക്കാനുള്ള കാര്യങ്ങളാണ് അടുത്ത ഒരു 10 മിനിറ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മറ്റന്നാൾ ഫിൻലാൻഡിൽ പോവാണ്. ഇതുവരെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ ഈ 600 കിലോമീറ്റർ ഇങ്ങോട്ടും തിരിച്ച് 600 കിലോമീറ്റർ തിരുവനന്തപുരത്തേക്ക്, അതായത് 1200 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു വന്നത് യഥാർത്ഥത്തിൽ ഈ 10 മിനിറ്റ് നിങ്ങളോട് പറയാനാണ്. ആദ്യത്തെ പോയിന്റ് മറന്നാലും കുഴപ്പമില്ല, രണ്ടാമത്തെ പോയിന്റ് മറക്കരുത്. കാര്യം ആദ്യത്തെ പോയിന്റ് നമുക്ക് ഓൾറെഡി ഉള്ള ഗുണവും മെച്ചവും പോസിറ്റീവുമാണ്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മുടെ വേദികളിൽ 2 ആറ്റിറ്റ്യൂഡുകളാണ് ഉണ്ടാകുക. ഒന്നെങ്കിൽ നമ്മുടെ വേദിയിൽ നമ്മുടെ സംസ്കാരങ്ങൾ എല്ലാം ശരിയാണ്, മഹത്തരമാണ്, ഉജ്ജ്വലമാണ് എന്ന് പറയുകയുണ്ടായി. വേറെ ചില ആൾക്കാരുണ്ട്, അവരവരുടെ വേദികളിൽ ഈ സംസ്കാരം മുഴുവൻ തെറ്റാണ്, ബ്രാഹ്മണിക്കൽ ഷോവനിസമാണ്, പിന്തിരിപ്പനാണ്, മൂരാച്ചിയാണ് എന്ന് പറഞ്ഞ് നെഗറ്റീവായി നമ്മളെ ചിത്രീകരിക്കുന്നതാണ്. സത്യം ഇതിനിടയിൽ എവിടെയോ ആണ്. അതായത് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്, എന്നാൽ നമ്മൾ മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഒരുപാട് ശരികളുണ്ട്, എന്നാൽ ശരിയാക്കാനുള്ള കുറെ കാര്യങ്ങളുമുണ്ട്. ആ ശരിയാക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലെ രണ്ടാമത്തെ പോയിന്റിലെ പ്രധാനപ്പെട്ട ABC-യിലെ A, നമ്മൾ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ശരിയാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ വെച്ച്, നമ്മുടെ ആശുപത്രികളിലെ കണക്കുകൾ വെച്ച്, കോടതികളിലെ കണക്കുകൾ വെച്ച്, പോലീസിന്റെ ലഭ്യമായ കണക്കുകൾ വെച്ചാണ് ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പഠനത്തില് എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച പഠനങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. ഈ പഠനം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഒരു സാധാരണ നമ്മളെ പോലുള്ള സാധാരണക്കാരല്ല, പ്രഭാഷകരല്ല, ആത്മീയ ചിന്തകരല്ല, പകരം ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരന്റെ പേര് DGP ഡോക്ടർ സിബി മാത്യൂസ് എന്നാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആ ഉദ്യോഗസ്ഥൻ, വിവരാവകാശ കമ്മീഷണറായിരുന്ന ആ ഉദ്യോഗസ്ഥൻ, ഡോക്ടറേറ്റ് പഠനത്തിന് വേണ്ടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച പ്രബന്ധം കേരളത്തിലെ ഏറ്റവും മികച്ച പുസ്തക പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നായ DC ബുക്സ് ഒരു പുസ്തക രൂപേണ ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ ഏറ്റവും വായിക്കേണ്ടതും യോഗക്ഷേമ സഭയുടെയും യുവജന സഭയുടെയും നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും അടിയന്തരമായി മേടിച്ചു വെക്കേണ്ട പുസ്തകങ്ങളിലൊന്ന് നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ എഴുതിയ ആ പുസ്തകമാണ്. അതിൽ സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു, അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിൽ സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു, കേരളത്തിൽ 55% ഹിന്ദു സമൂഹമുള്ളത്, 18% നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്, 27% നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. ഇതിൽ 55% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യകളിൽ നടക്കുന്നത്. സിബി മാത്യൂസ് കണക്കുകൾ ഉദ്ധരിച്ചു പറയുന്നു, ഇതിൽ 50-55% ഹിന്ദുക്കളിലാണ് 83% മദ്യപാനത്തിന്റെ അടക്കം മരണങ്ങൾ നടക്കുന്നത്. ഇതിൽ ഈ 50-55%, ബാക്കി അനുബന്ധ പഠനങ്ങളുമുണ്ട്, അതിൽ പറയുന്നു 85% കുടുംബ തകർച്ചകൾ, ഫാമിലി ബ്രേക്ക് ഡൗൺസ്, ഡിവോഴ്സുകൾ, കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഈ 50-55% ഹിന്ദുക്കളിലാണ്. നിങ്ങളിൽ പലരും നടതള്ളുക എന്നൊരു കാര്യം കേട്ടു കാണും അല്ലെ? നടതള്ളുക എന്ന് പറഞ്ഞാൽ പ്രായമായ അച്ഛനെ അമ്മയും സ്നേഹിക്കാതെ പരിചരിക്കാതെ അമ്പലത്തിൽ പോയി കൊണ്ടുചെന്ന് തള്ളുന്നതിനെയാണ് നമ്മൾ നടതള്ളുക എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും പള്ളി തള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ 1% അവരുടെ ഇടയിലും കാണും, ഇല്ലെന്നല്ല. പക്ഷേ പള്ളി തള്ളുക എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. ഈ നടതള്ളുക എന്ന് പറയുന്ന പ്രായമായ അച്ഛനെയും അമ്മയും മുത്തശ്ശിയെയും മുത്തശ്ശനെയും ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കുന്നതിലും 87 മുതൽ 90% വരെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലാണുള്ളത്. ഇതിന് സിബി മാത്യൂസ് കണ്ടെത്തുന്ന ഉത്തരം നമ്മൾ ബ്രാഹ്മണര് പ്രത്യേകം നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്, ഏറ്റെടുക്കേണ്ട കാര്യമാണ്. സിബി മാത്യൂസ് പറയുന്നു, ഇതിന്റെ കാരണം വേണ്ട രീതിയിൽ ആത്മീയ വിദ്യാഭ്യാസം ഹിന്ദു സമൂഹത്തിനില്ല, വേണ്ട രീതിയിൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഹിന്ദു സമൂഹത്തിനില്ല. അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടി ജനിച്ച് 18 വയസ്സാകുന്നത് വരെ അവർക്ക് 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടും. പക്ഷേ നമ്മളുടെ ഹൈന്ദവ കുട്ടികൾക്ക് ഈ ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഈ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ബ്രാഹ്മണ സമൂഹത്തിനാണ്. കാര്യം കഴിഞ്ഞ 10,000 വർഷങ്ങളായി ബ്രാഹ്മണ സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും വൈദികമായും താന്ത്രികമായും ആത്മീയമായും പഠനം നയിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ബ്രാഹ്മണ സമൂഹത്തിലെ ആൾക്കാരാണ്. ഈ ആത്മീയ വിദ്യാഭ്യാസം പകർന്നു നൽകാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ വിജയിക്കാത്തത് കൊണ്ടാണ്
ഹിന്ദു സമൂഹത്തിൽ 80% ആത്മഹത്യ, 83.7% ലഹരിയുടെ തകർച്ച, 90% കുടുംബഛിദ്രങ്ങൾ, 85 മുതൽ 90% വരെ പ്രായമായവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇനി പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം 2006 ജാമ സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ അടിസ്ഥാനമായി ഒരു പോയിന്റ് കൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം. നമുക്ക് അറിയുന്നത് പോലെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്? ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ആത്മീയ പഠനത്തിനായി, നമ്മുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി, നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവരെ പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും സാമ്പത്തിക സഹായം കൊടുക്കാനായി, നമുക്ക് പുതിയ സ്കൂളും കോളേജും ഒക്കെ വേണമെന്ന് പറയാനായി, നമ്മുടെ ഇടയിലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ നമ്മൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒത്തുകൂടുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒത്തുകൂടാനുള്ള ദിവസവും സമയമൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് നമ്മുടെ വേദിയാണ്ട് പറയുന്നതാണ്, വെളിയിൽ പോയി പറയുന്നാൽ. ഞാൻ ഒരു വേദി പറഞ്ഞപ്പോ അവിടെ ഒരു സന്യാസി, സന്ദീപാനന്ദഗിരിയെ പോലും സന്യാസി എന്നെടുത്താൽ നമ്മുടെ ഇടതുപക്ഷ സന്യാസി, പുള്ളി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിന് സമൂഹത്തിനുമായി മാറ്റിവെക്കുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിന് സമൂഹമായിട്ടുമായി മാറ്റിവെക്കുന്നത്, നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന് സമൂഹത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനപ്പം പുള്ളിയോട് പറഞ്ഞു, സ്വാമി, ഈ തെല്ല് കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. തെള്ളെന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്നറിയില്ല, തിരുവനന്തപുരത്തുകാർ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അതായത് അർത്ഥശൂന്യമായി കുറെ തത്വചിന്തകൾ മാത്രം പറയുന്നതിനാണ് ഈ തെള്ള് എന്ന് പറയുന്നത്. അടിസ്ഥാനമില്ലാതെ ഡയലോഗടി മാത്രം പറയുന്നതാണ് നമ്മുടെ ഈ ദുരവസ്ഥയുടെ കാരണം. നമ്മൾ സാമൂഹികമായി സാമുദായികമായി പിന്നോക്കം നിൽക്കുകയാണ് എന്ന തിരിച്ചറിവുണ്ടായാലേ ഇനിയും 10-15 വർഷങ്ങൾക്കുള്ളിൽ നമുക്കിത് പരിഹരിച്ചു മുമ്പോട്ട് വരാൻ കഴിയും. അതിലുദാഹരണം, ഞാൻ നേരത്തെ ഇവിടെ അധ്യക്ഷനോടൊക്കെ സംസാരിക്കുകയാണ്, നിർബന്ധമായി യുവജനസഭ അടുത്ത ചെയ്യേണ്ട പ്രയോറിറ്റിയോടെയുള്ള കാര്യം, അതായത് ഏറ്റവും അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഞാൻ ശബരിമല പ്രക്ഷോഭത്തിന് പോയപ്പോൾ പോലും ഈ വിഷയമാണ് ഏറ്റവും എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. ശബരിമല പ്രക്ഷോഭം നടന്നപ്പം ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്, രണ്ടാമത് എന്റെ അമ്മ മല്ലിക നമ്പൂതിരിയാണ്. ഞാൻ ഇതിന്റെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി 6 സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി പരിപാടി ചെയ്തിട്ടുണ്ട്. ആ 6 സംസ്ഥാനങ്ങളിൽ സംസാരിച്ചപ്പോഴും ശബരിമലയെ കുറിച്ച് 5 മിനിറ്റും ബാക്കിയുള്ളത് ഈ പറയാൻ പോണ വിഷയത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. നമ്മുടെ എല്ലാ അമ്പലങ്ങളിലെ ദേവീദേവന്മാർക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഫാമിലി എഡ്യൂക്കേഷൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രങ്ങളും കുടുംബ തകർച്ചകളും ഉണ്ടാകുന്നത്. ഇത് കാരണമാണ് നമ്മുടെ ജനസംഖ്യയിലടക്കം വലിയ രീതിയിൽ തകർച്ച ഉണ്ടാകും. നമ്മുടെ സഹോദരങ്ങളായ NSSഉം SNDPയും ഒക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കല്യാണത്തിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, മാരിറ്റൽ എഡ്യൂക്കേഷൻ, ഫാമിലി എഡ്യൂക്കേഷൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ആ കാര്യത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ ഇവിടുത്തെ അധ്യക്ഷനോടും ഉദ്ഘാടനം ചെയ്ത ആൾക്കാരോടൊക്കെ പറഞ്ഞത്, യുവജന സഭയ്ക്ക് അത് തുടങ്ങാം. നിങ്ങളൊരു 800 രൂപ, 1000 രൂപ താഴെയാണ്, 800 രൂപയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെക്കുക, വിദഗ്ധരായ 3-4 പേരുടെ ക്ലാസുകൾ വെക്കുക, എന്നിട്ട് ബാക്കി സഹോദര സമുദായ സംഘടനകൾ കൊടുക്കുന്നത് പോലെ നിർബന്ധമായി ഈ വിവാഹ വിദ്യാഭ്യാസം, ഫാമിലി എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ യുവതലത്തിലേക്ക് എത്തിക്കുക. പ്രസാദിനെ പോലുള്ള നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, അവർക്കും എത്തിക്കാൻ കഴിയും. ഇത് എത്തിക്കാത്തതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയാം? വിശാല അർത്ഥത്തിൽ ജാതി തിരിച്ചുള്ള കണക്കിന്ന്, സമുദായം തിരിച്ചുള്ള കണക്ക് ഗവൺമെന്റിനില്ല. പക്ഷേ ഹൈന്ദവ സമൂഹത്തിന്റെ കണക്ക് പറയാം. കഴിഞ്ഞ 50 വർഷം കൊണ്ട് 8 മുതൽ 10% വരെ നമ്മുടെ ഇടയിൽ ജനസംഖ്യ തളർച്ച ഉണ്ടായത് ബാക്കി ആരുടെയും കുറ്റമല്ല, നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. നമ്മുടെ ഇടയിലുള്ള കുടുംബ തകർച്ചകൾ കാരണം, നമ്മുടെ ഇടയിലുള്ള ഫാമിലി ഓറിയന്റേഷൻ ഇല്ലായ്മ കാരണമാണ് നമ്മുടെ ഇടയിൽ ഈ തകർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നു. ഞാൻ വേറെ ആരെയും വെച്ചല്ല, എന്നെ വെച്ച് തന്നെ പറയാം. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് 7-8 വർഷം കഴിഞ്ഞാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. കാരണം യാതുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ആകെ ഒരു മടിയായിരുന്നു, ഇനി കുട്ടി ഉണ്ടായ ഒരുപാട് ചെലവാണ്, പ്രശ്നമാണ്, അതിന് ഇനി ഇവന് ഭാവിയിൽ ഫീസ് കാര്യങ്ങൾ ഒരുപാട് ചെലവ് കൊടുക്കേണ്ടി വരും. ഇത് കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു മോനുണ്ടായത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, യഥാർത്ഥത്തിൽ
കുട്ടികൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഏറ്റവും വലിയ സന്തോഷവും. അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ അവനൊരു അനിയനുമുണ്ട്. യുഗ് എന്ന് പറയുന്ന യാഗം യുഗം നമ്മുടെ സംസ്കാരത്തെ റിഫ്ലക്ട് ചെയ്യാനാണ് യാഗത്തിന്റെ യാഗം യുഗത്തിന്റെ യുഗം വെച്ച് പേരിട്ടത്. ഈ ഓറിയന്റേഷൻ ജനിച്ചു വരുന്ന കാലത്തിൽ എനിക്ക് കിട്ടാറില്ല. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദര സമുദായങ്ങൾക്ക് അവരുടെ സമുദായ സംഘടനകൾ കൊടുക്കാറും. അതുകൊണ്ടാണ് നോക്കിയാൽ മതി, നമ്മുടെ കല്യാണപ്രായവും കുടുംബവും ഒക്കെ വളരെ ലേറ്റും കാര്യങ്ങളുമാണ്. എനിക്ക് മകൻ ഉണ്ടായത് എന്റെ 35-ാം വയസ്സിലാണ്. ഞാൻ കല്യാണം കഴിച്ച 28-ാം വയസ്സിലാണ്. ഈ രീതിയിൽ നമുക്കൊരു ഫാമിലി ഓറിയന്റേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഈ ജനസംഖ്യാ തളർച്ചയും തകർച്ചയും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ വലിയ തകർച്ചയും പ്രശ്നങ്ങളുമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുക. ആദ്യം പറഞ്ഞത് നമ്മുടെ മഹത്വമെങ്കിൽ, രണ്ടാമത് നമ്മളുടെ പ്രശ്നങ്ങൾ പറയുന്നു. ഒന്ന്, ഏറ്റവും ഞാൻ കണക്കെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സൂയിസൈഡ്സ്, ഫാമിലി ബ്രേക്ക് ഡൗൺ, നടതള്ളുക, പ്രായമായവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീറിയാട്രിക് ഇഷ്യൂസ്, ലാക്ക് ഓഫ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ. ആ ലാക്ക് ഓഫ് സ്പിരിച്വൽ എഡ്യൂക്കേഷന്റെ പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് കൗതുകമുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയില് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ശബരിമല പ്രക്ഷോഭം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന നമ്മൾ അമ്പലങ്ങളിൽ ഒന്നാണ് ശബരിമലയും സ്വാമി അയ്യപ്പനും. ഈ സ്വാമി അയ്യപ്പൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ഏത് കാലത്തിലാണ് സ്വാമി അയ്യപ്പൻ ജീവിച്ചിരുന്നത്? നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ്. ഏത് കാലത്താണ് മഹാബലി ജീവിച്ചിരുന്നത്? മഹാബലിയുടെ അച്ഛന്റെ അമ്മയുടെയും പേരെന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാനോ പറയാനോ ചോദിക്കാനോ ഒരു വേദി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്വാമി അയ്യപ്പൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും മലയ്ക്ക് കെട്ടെടുത്ത് പോകുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ സ്വാമി അയ്യപ്പനെ കുറിച്ച് അറിയാനോ പഠിക്കാനോ നമുക്ക് അവസരം വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാ മലയാളികളും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആഘോഷിക്കുന്നതാണ് ഓണം. മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ? മഹാബലിയുടെ മകന്റെ പേരിൽ കേരളത്തിൽ ഒരു ഡാം ഉണ്ട്. ഏതാണെന്ന് പറയാം? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഐക്കണാണ് ബാണാസുര സാഗർ ഡാം. നമ്മുടെ നാട്ടിലുള്ള ഇതാണ്. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ, അമ്മയുടെ പേര് ദേവാംബ, ഭാര്യയുടെ പേര് വിന്ധ്യാവലി, മകന്റെ പേര് ബാണൻ. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു നമ്മുടെ സാംസ്കാരിക പുരാണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും വരുന്നതാണ്. ഇത് അറിയാനോ പഠിക്കാനോ ചോദിക്കാനോ നമുക്ക് അവസരമോ സമയമോ ഇല്ലാത്തതാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അവിടെയാണ് സ്വാമി അയ്യപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡിയ ഇല്ല എന്നുള്ളതാണ്. കെട്ടെടുത്ത് ശബരിമലയ്ക്ക് ശ്രീനിവാസം പോകുന്നത് പോലെ, ചിന്താവിഷ്ടയായ ശ്യാമളയിൽ പോകുന്നത് പോലെ പോകുന്നതിനപ്പുറം ഇത് അറിയുക, പഠിക്കുക, ചോദ്യം ചെയ്യുക. നിങ്ങളിൽ പലർക്കും അറിയുമ്പോൾ കൗതുകം തോന്നും. സുപ്രീം കോടതിയിൽ ശബരിമലയ്ക്ക് വേണ്ടി കേസ് നടത്തുമ്പോൾ അതിന്റെ കുറെ ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ സുപ്രീം